ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോളും ആദിലാനൂറയും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ ഒരു ഊഞ്ഞാലിന്റെ ഏരിയയിൽ ഇരുന്നിട്ട് ആദ്യം നല്ല രീതിയിൽ പോയൊരു കോൺവെർസേഷനിൽ പെട്ടെന്ന് അനുമോൾ ഒരു കാര്യം പറയുന്നു. വേറൊന്നുമല്ല, ആദിലയ്ക്ക് അവിടെ പലരെയും പേടിയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് എന്നാണ് അനുമോൾ പറയുന്നത്. ഇത് അനുമോൾ പറഞ്ഞതും ആദില ഇത്തിരിയൊന്നും പ്രൊവോക്ക് ആവുന്നുണ്ട് കേട്ടോ, ലൈറ്റായിട്ടൊന്ന് പ്രൊവോക്ക് ആവുന്നുണ്ട്. എന്തു പറഞ്ഞാലും നിനക്കും ഷാനവാസിക്കും ഒരു പേടി, ആ ഒരൊറ്റ വാക്ക് നിനക്കും അയാൾക്കും ഒക്കെ മലയാളത്തിൽ അറിയത്തുള്ളൂ. അയാൾക്ക് വേറൊരു സംഭവമുണ്ട്, പറയുന്ന പോലെ എല്ലാവരും കേൾക്കണം, അനുസരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ആദില ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആദില അനുമോളെ കാക്കത്തീട്ടം എന്ന് വിളിക്കുന്നുണ്ട്. നീയും അവിടെ കിടക്കുന്ന കാക്കത്തീട്ടം ഒക്കെ ഒരേ കണക്കാണെന്ന് ആദില പറയുന്നുണ്ട്. ഷാനവാസ് കാക്കയുടെ എന്താണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആദില എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. സംസ്കാരശൂന്യമായ വർത്തമാനമാണ്, അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അനുമോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അക്ബറിനെയും ആര്യനെയും ഒക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അനുമോൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അവർക്കെതിരെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് അതിലെ കൊണ്ട് പറ്റാറില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ആ ഒരു പാവയെ കട്ടെടുത്ത കേസ്, അതിൽ ആദില കളിച്ചൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കളിയുണ്ട്. ആ കട്ടെടുത്ത കേസ് തനിക്ക് നെഗറ്റീവ് ആവുമെന്ന് മനസ്സിലാക്കി അക്ബറിന്റെ കൂടെ നിന്നതും അക്ബറിന്റെ കൂടെ ഇരുന്ന് കരഞ്ഞതും പിന്നെ അക്ബർ ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന അതേ ആളുകളെ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതും, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അനുമോൾ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലരെയും ഭയപ്പെടുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും പോയിരിക്കുന്നത്. ഇതൊരു അതിജീവനമാണ്, നമ്മുടെ സർവൈവലാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അവിടെ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുകയാണ് വേണ്ടത്. ഞാൻ പറയുന്ന അതിൽ നൂറയ്ക്കെതിരെയും ഗെയിം കളിക്കേണ്ടതായിരുന്നു. പലപ്പോഴും അതിൽ നൂറയ്ക്കെതിരെ പോലും ഗെയിം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗെയിം കളിക്കാതിരിക്കുന്നതിലൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവർക്കെതിരെയും ഗെയിം കളിച്ചു എന്നുള്ളൊരു ആ ഒരു പേരാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിലെ റിയൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ വളരെ റിയൽ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആദില ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ പ്രൊവോക്ക് ആയതിനോട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതിനോട് എനിക്ക് യോജിപ്പില്ല. അത് കുറെയൊക്കെ അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അനുമോള് പറയുന്ന ആ ഒരു കാര്യം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. കൊക്കിൽ ഒതുങ്ങുന്ന വിഷയങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് സൗകര്യം തോന്നുന്ന വിഷയത്തിലെ ഞാൻ ഇടപെടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനീഷിനെതിരെയും പിന്നെ ഇച്ചിരിയൊക്കെ ഷാനവാസിനെതിരെയൊക്കെയുള്ള വിഷയങ്ങളാണ്, അനുമോൾക്കെതിരെയൊക്കെയുള്ള വിഷയങ്ങളാണ്, അതിലൂടെ കൊക്കിൽ ഒതുങ്ങുന്ന വിഷയങ്ങൾ. ആര്യനും അക്ബറും ഒക്കെ കൊക്കിന് മേലെയുള്ള വിഷയങ്ങളാണ്, അതുകൊണ്ടാണ് പിടിക്കാത്തത്. ഇതൊക്കെ ഇച്ചിരി ഒരു എന്താ പറയാ ഡിപ്ലോമസി കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നൂറയുടെ കളിയാണ് ഡിപ്ലോമസി, അതിൽ അങ്ങനെ ഡിപ്ലോമസി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.